പ്രിയപ്പെട്ടവരെ, അടിയും തടയും മാത്രമല്ല പൂഴിക്കടകനും കഴിഞ്ഞുള്ള ഒരു നിൽപ്പാണ് മഹാരാഷ്ട്ര. അടുത്ത ചൂട് എന്തായിരിക്കുമെന്ന് അറിയാത്ത അങ്കലാപ്പ് മഹാരാഷ്ട്രയിൽ ഉടനീളം എല്ലായിടത്തും ഉണ്ട്. ഭൂരിപക്ഷം സീറ്റിലും BJP സ്ഥാനാർത്ഥിമാർ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനി എന്ത് വിജയകുമാർ? അതെ, ഇതോടെ പെട്ടുപോയത് കത്രികപ്പൂട്ടിൽ എന്ന പോലെ അകപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പാർട്ടി, ഏകനാഥ് ഷിൻഡെയും ആ ശിവസേനയും. അജിത് പവാറിന്റെ NCPയിലും കാര്യമായ പ്രശ്നങ്ങളുണ്ട്. തർക്കം തുടരുകയാണ്. അതെ, തർക്കം പ്രതിപക്ഷത്തുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ കോൺഗ്രസും ശരത് പവാറും താക്കറെ കുടുംബവും പലതവണ കൂടി കണ്ടിട്ടും സീറ്റ് കണക്കുകൾ കൂട്ടിമുട്ടുന്നില്ല. ആകപ്പാടെ കുറച്ച് സീറ്റേ ഉള്ളൂ, ആവശ്യക്കാർ കൂടി. എന്താ ചെയ്യുക? നോക്കാം, റിപ്പോർട്ട് കാണട്ടെ. അതെ അതെ. ആകെ MP-മാർ 48. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ കൂടുതൽ MP-മാർ ഉള്ള സംസ്ഥാനം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 41 NDA പക്ഷത്തായിരുന്നു. 23 BJPക്കും 18 ശിവസേനയ്ക്കും. അക്കഥ വൈകാതെ മാറി. ശിവസേന മുന്നണി വിട്ടു. ആ ശിവസേന മാത്രമല്ല, 4 സീറ്റ് ജയിച്ച് NCPയും നെടുകെ പിളർന്നു. 2 പാർട്ടിക്കും ഇത് സ്വന്തം ശക്തി തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. BJP ആണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി അശോക് ചവാനെ തന്നെ പാളയത്തിലെത്തിച്ചു. പക്ഷേ വന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കാൻ മാത്രം വിശാല മനസ്കത BJPക്കില്ലെന്നാണ് മുന്നണിക്കുള്ളിലെ മുറുമുറുപ്പ്. കഴിഞ്ഞ തവണ 23 സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണ് ശിവസേന. ഇത്തവണ NCP അജിത് പവാർ വിഭാഗത്തിന് 3-4 സീറ്റ് കിട്ടിയേക്കും. നിലവിൽ ഒരൊറ്റ MP മാത്രമാണ് അജിത് പവാറിനൊപ്പം ഉള്ളതെന്നും ഓർക്കണം. കൂടുതൽ സീറ്റുകളിൽ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് മത്സരിക്കണമെങ്കിൽ അത് താമര ചിഹ്നത്തിലാവട്ടെ എന്ന് BJP നിർദ്ദേശിച്ചതായും വിവരമുണ്ട്. അമിത്ഷായാണ് നേരിട്ട് ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. കോൺഗ്രസിനും ശിവസേന ഉദ്ധവ് വിഭാഗത്തിനും NCP ശരത് പവാർ വിഭാഗത്തിനും ഇത് അഭിമാന പോരാട്ടമാണ്. 18 സീറ്റുകളിൽ വീതം കോൺഗ്രസും ശിവസേനയും 6 സീറ്റുകളിൽ NCP മത്സരിക്കാമെന്നാണ് ഒടുവിലെ ധാരണ. വഞ്ചിത് ബഹുജൻ അഘാടി എന്ന പാർട്ടി മുന്നണിയിലേക്ക് വന്നാൽ ശേഷിക്കുന്ന സീറ്റുകളിൽ ചിലത് നൽകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വഞ്ചിത്തും ഒവൈസിയുടെ പാർട്ടിയും ചേർന്ന് പിടിച്ച വോട്ടുകളാണ് പല സീറ്റുകളിലും കോൺഗ്രസിനെ തോൽവിയിലേക്ക് തള്ളിവിട്ടത്. ഇത്തവണ ആ സാധ്യത ഒഴിവാക്കാനുള്ള നീക്കമാണ്. അന്തിമ ധാരണ ഇനിയും വരേണ്ടതുണ്ട്. സീറ്റ് ചർച്ച പൂർത്തിയായില്ലെങ്കിലും ശ്രദ്ധേയമായ പോരാട്ടം ഉറപ്പായ മണ്ഡലമാണ് മഹാരാഷ്ട്രയിലെ ബാരാമതി. അജിത് പവാർ ഭാര്യ സുനേത്രയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ മകളും സിറ്റിംഗ് MPയുമായ സുപ്രിയ സുലെ തന്നെ മത്സരിക്കുമെന്ന് ശരത് പവാറും പ്രഖ്യാപിച്ചു. വിവിധ വിഷയങ്ങളുണ്ടെങ്കിലും അവസാന ലാപ്പിൽ ചർച്ചയാവുന്നത് മറാഠ സംവരണ പ്രക്ഷോഭമാണ്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ 10% സംവരണം ഉറപ്പാക്കി സർക്കാർ നിയമസഭയിൽ ബിൽ പാസാക്കി. എന്നാൽ കോടതിയിൽ ഇത് തള്ളപ്പെടുമെന്ന് ബോധ്യമുള്ള സമരസമിതി വേണ്ടത് പ്രത്യേക സംവരണമല്ല, OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയുള്ള സംവരണമാണ് എന്ന നിലപാടിൽ സമരം കടുപ്പിക്കുകയാണ്. മറാഠ വിഭാഗത്തിൽ നിന്നുള്ള അശോക് ചവാനെ പാളയത്തിലെത്തിക്കാൻ BJP വേഗം ശ്രമിച്ചതും സമരക്കാരെ മയപ്പെടുത്താൻ കൂടി ലക്ഷ്യമിട്ടാണ്. ഞായറാഴ്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുംബൈയിലെ ശിവാജി പാർക്കിൽ അവസാനിക്കുമ്പോൾ അത് ശക്തിപ്രകടന വേദിയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മഹാവികാസ് അഘാടി. സംസ്ഥാനത്ത് പലവട്ടം വന്നുപോയ നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം BJPയുടെ പ്രചാരണ പരിപാടികൾ നേരത്തെ തന്നെ തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കാത്തിരിക്കുകയാണ് അണികളും ജനങ്ങളും. മുംബൈയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വിജയകുമാർ, നമ്മുടെ ഈ സരസന്റെ കാര്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. രാജു ഐസക് ചോദിക്കുന്നത്, ഈ വേരുകൾ മാന്തുമ്പോൾ നമുക്ക് ആ സുകുമാരക്കുറുപ്പിനെ കുറി പിടിക്കാമെന്ന് ചോദിക്കുന്നു. ഇപ്പൊ വിജയകുമാറിനെ ഒരിക്കലും പോലീസ് ഓഫീസറാക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിജയന് കുറുപ്പിനെ പിടിക്കാൻ പറ്റുമോ? കേരള പോലീസിലെ കൊലകൊമ്പന്മാർ, വിവരമുള്ളവർ പതിറ്റാണ്ടുകളായി നോക്കിയിട്ട് നടന്നില്ല. പിന്നെ ഞാൻ എന്ത് ശ്രമിച്ചു നോക്കൂ. അതുപോലെ അബ്ദുൽ ലത്തീഫ് ചോദിക്കുന്നു, സരസൻ ജീവിച്ചിരിപ്പുണ്ടോ? സരസൻ ജീവിച്ചിരിപ്പില്ല എന്നാണ് നമ്മുടെ അറിവ്, അല്ലേ വിജയകുമാർ?